അയൽക്കാരായ അമേരിക്കയും കാനഡയും തമ്മിൽ നിലനിന്നിരുന്ന വ്യാപാര ബന്ധത്തിൽ കടുത്ത വിള്ളൽ വീഴ്ത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർണ്ണമായും തകർന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത നിലപാടുകൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന് വ്യക്തമാക്കിയ കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി അമേരിക്കയ്ക്ക് മേൽ ശക്തമായ തിരിച്ചടി നികുതികൾ ചുമത്തുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച വാഷിംഗ്ടണിൽ വെച്ച് നടന്ന നിർണായകമായ ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്കയ്ക്കെതിരെ കടുത്ത ഭാഷയിൽ കാർണി രംഗത്തെത്തിയത്. തങ്ങൾക്ക് മുന്നിൽ അമേരിക്ക വെച്ച നിബന്ധനകൾ തികച്ചും അന്യായവും സാമ്പത്തികമായി കാനഡയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരാറിൽ നിന്നും പിന്മാറുന്നതായി കാനഡ അറിയിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയ്ക്ക് മേലൊരു തുറന്ന വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുകയാണെന്നും കാർണി ആരോപിച്ചു. നിങ്ങൾ ആക്രമിക്കപ്പെടുമ്പോഴാണ് നിങ്ങളൊരു യുദ്ധത്തിലാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കാനഡ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അവർ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുപോലെ അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ട വിട്ടുവീഴ്ചകൾ ചെയ്തു നൽകാൻ കാനഡ തയ്യാറുമല്ല എന്ന് കാർണി വളരെ കർശനമായ ഭാഷയിൽ വ്യക്തമാക്കി. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ കാനഡയിൽ നിന്നുള്ള ഏകദേശം $20 ബില്യൺ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% വരെ പുതിയ നികുതി ചുമത്താനുള്ള അമേരിക്കൻ തീരുമാനം പ്രാബല്യത്തിൽ വന്നു. ഇത് കാനഡയിൽ ആകെ കയറ്റുമതിയുടെ 5.5% വരുന്ന ഉൽപ്പന്നങ്ങളെ നേരിട്ട് ബാധിക്കും. ഐസ് ഹോക്കി സ്റ്റിക്കുകൾ മുതൽ സിമന്റ് വരെയുള്ള നിരവധി ഉൽപ്പന്നങ്ങളെയാണ് അമേരിക്കൻ നികുതി കഠിനമായി ബാധിക്കുന്നത്. മാർക്ക് കാർണിയുമായി തനിക്ക് നല്ല വ്യക്തിബന്ധമാണുള്ളതെന്നും അതിനാൽ കാനഡയുമായി ഒരു വ്യാപാര കരാറിലെത്താൻ സാധിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് മുൻപ് അവകാശപ്പെട്ടിരുന്നെങ്കിലും വാഷിംഗ്ടൺ മുന്നോട്ട് വെച്ച കഠിനമായ നിബന്ധനകൾ കാനഡയുടെ പരമാധികാരത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും നിരക്കാത്തതാണെന്ന് കാർണി തുറന്നടിച്ചു. അമേരിക്ക ചുമത്തിയ ഓരോ ഡോളറിന്റെ നികുതിക്കും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുമെന്നാണ് കാനഡയുടെ പ്രഖ്യാപനം. കാനഡയിലെ തൊഴിലാളികളെയും കർഷകരെയും സാധാരണ കുടുംബങ്ങളെയും ബിസിനസ്സുകളെയും സംരക്ഷിക്കുന്നതിനായി അമേരിക്കയുടെ പുതിയ നികുതികൾക്ക് തുല്യമായ നികുതി കാനഡയും തിരിച്ച് ചുമത്തുമെന്ന് കാർണി തന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാനഡയുടെ രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ ഘട്ടത്തിൽ ഇത്തരം ഉറച്ച തീരുമാനങ്ങൾ അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെപ്റ്റംബർ 8 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ കനേഡിയൻ നികുതികൾ പ്രധാനമായും അമേരിക്കയുടെ സ്റ്റീൽ, പാലുൽപ്പന്നങ്ങൾ മേഖലയിലായിരിക്കും ലക്ഷ്യമിടുന്നത്. തിരിച്ചടി നികുതികളുടെ കൂടുതൽ വിവരങ്ങൾ വരും ആഴ്ചയിൽ പുറത്തുവിടുമെന്നും കാനഡ അറിയിച്ചു. അതേസമയം കാനഡയുടെ ഭാഗത്തുനിന്നും ചില വിട്ടുവീഴ്ചകൾ ലഭിച്ചാൽ പകരം സ്റ്റീൽ, അലൂമിനിയം, ഓട്ടോമൊബൈൽ, തടി തുടങ്ങിയ മേഖലകളിൽ വലിയ നികുതി ഇളവുകൾ നൽകാമെന്ന് അമേരിക്കൻ ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗ്രീർ വാഷിംഗ്ടണിൽ വ്യക്തമാക്കിയിരുന്നു. മുൻപ് ട്രംപ് ഭരണകൂടം കാനഡയുടെ വാഹന, സ്റ്റീൽ മേഖലകൾക്ക് മേൽ നികുതി ചുമത്തിയത് കനേഡിയൻ സമ്പദ്വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുകയും നിരവധി തൊഴിൽ നഷ്ടങ്ങൾ വഴിവെക്കുകയും ചെയ്തു. അമേരിക്കൻ മദ്യം, വാഹനങ്ങൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ കാനഡ വിവേചനം കാണിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു വൈറ്റ് ഹൌസ് മുൻപ് നികുതികൾ പ്രഖ്യാപിച്ചത്. എന്നാൽ അതിരൂക്ഷമായ ഈ വ്യാപാര തർക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിറ്റാണ്ടുകളുടെ സഹകരണത്തെ തകിടം മറിക്കുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ്.